ഹായ് മക്കളെ, വെൽക്കം ടു സൈലം ലേണിംഗ്. എല്ലാ മക്കളെയും സൈലം അറബിക് ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റെഡി അല്ലേ മക്കളെ? യെസ്, നമുക്ക് നാളത്തെ പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. എന്റെ മക്കൾ വളരെ ശ്രദ്ധയോട് കൂടി നോക്കിക്കോളൂ. നമുക്ക് എങ്ങനെ ചോദ്യത്തിൽ നിന്നും ഉത്തരം കണ്ടെത്താം എന്നുള്ളതാണ് മാഷി വീഡിയോയിലൂടെ പറയുന്നത്. റെഡി അല്ലേ മക്കളെ? യെസ്, നോക്കൂ മക്കളെ. യെസ്, എന്താണ് ഈ ചിത്രം? എന്റെ മക്കൾ പറയൂ, എന്താണ് ചിത്രം? നിങ്ങൾ എല്ലാ ദിവസവും നല്ല മനോഹരമായിട്ട് ബാഗൊക്കെ അണിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തേക്ക് പോകും. ആ സ്ഥലമാണിത്. ഏതാണത്? സ്കൂളിലെ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ ഒരു 9-10 മണി ആകുമ്പോൾ എന്ത് ചെയ്യും? നല്ല അടിപൊളിയായി നല്ല ചുറുചുറുക്കുള്ള കുട്ടികളായിട്ട് എന്ത് ചെയ്യും? സ്കൂളിൽ പോകുക. ആ സ്കൂളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. ക്ലിയർ ആണോ? യെസ്, അത് നമ്മൾ കണ്ടു. ഇനി മാഷി കാണിക്കുന്ന ചിത്രം എന്താണ്? അടിപൊളിയിലെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടുണ്ടോ? ഇത് കാണാത്ത ആളുകൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണിത്? താജ്മഹൽ അല്ലേ? താജ്മഹലാണ്, മനോഹരമായിട്ടുള്ള താജ്മഹലാണ് അല്ലേ? റെഡി, അത് നമ്മൾ കണ്ടു. ഇനി ഇതെന്താണ് മക്കളെ? അല്ലേ, ഒരു പോസ്റ്റൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതെന്താണ്? നമ്മൾ കത്തൊക്കെ എഴുതിയിട്ട് നമ്മുടെ സുഹൃത്തിനൊക്കെ അയക്കുമ്പോൾ ഇടുന്നൊരു സ്ഥലമുണ്ട് അല്ലേ? അതാണ് ഇത്, പോസ്റ്റ് ഓഫീസ് അല്ലേ? എൻ്റെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? കണ്ടിട്ടുണ്ടാകും അല്ലേ? നിങ്ങൾ വെക്കേഷനൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സുഹൃത്തിന് ഒരു ഇതേപോലെ ഒരു കത്തൊക്കെ നിങ്ങൾ എഴുതണം. ഓക്കെ അല്ലേ? യെസ്, ഇനി നമ്മൾ കാണുന്നത് എന്താ? ഡൽഹി ജുമാ മസ്ജിദ് ആണ് അല്ലേ? യെസ്, ഇത് നമ്മൾ കണ്ടു, ഇത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ കാണുന്നത് പാർലമെന്റ് ആണ് അല്ലേ? പാർലമെന്റ് മന്ദിരാണ്. ക്ലിയർ അല്ലേ? യെസ്, അതും നമ്മൾ കണ്ടു, ഐഡന്റിഫൈ ചെയ്തു. ഇനി മാഷി ഈ ഫോട്ടോ ഒക്കെ ഒന്നിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്? ഇതിന്റെ സെൻട്രലായിട്ട് നമുക്ക് കുറച്ച് അറബി വാക്കുകളും കാണാം. അപ്പൊ എന്താണ് മക്കളെ, ഇതേപോലെ ഒരു ചോദ്യം നാളത്തെ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫോട്ടോക്ക് അനുയോജ്യമായത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും തെരഞ്ഞെടുക്കണം അല്ലേ? അപ്പൊ സ്കൂളുണ്ട്, പോസ്റ്റ് ഓഫീസ് ഉണ്ട്, ഡൽഹി ജുമാ മസ്ജിദ് ഉണ്ട്, പാർലമെന്റ് ഉണ്ട്, അതേപോലെ താജ്മഹൽ ഉണ്ട്. ഇതെന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണുന്നത് എന്താ? മബ്നൽ ബർലമാൻ അല്ലേ? മബ്നൽ ബർലമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, പാർലമെന്റ് ആണ് അല്ലേ? അപ്പൊ പാർലമെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. എന്റെ മക്കൾ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അത് മറക്കാൻ പാടില്ല അല്ലേ? മബ്നൽ ബർലമാൻ അല്ലേ? പാർലമെന്റ് ആണ്. അപ്പൊ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലേക്ക് നമ്മൾ ഒരു ആരോ മാർക്ക് കൊടുക്കുന്നു. എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഒരു ചോദ്യം നാളെ വന്നാൽ ഐഡന്റിഫൈ ചെയ്യൂലേ? യെസ്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തേത് അൽ മദ്രസ. എന്താ അൽ മദ്രസ എന്ന് പറഞ്ഞാൽ? സ്കൂളിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മദ്രസത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്തു? അതും ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ ആണോ മക്കളെ? യെസ്, അതും നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. ഇപ്പൊ 2 മാർക്കായിട്ടോ, 5 മാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. മൂന്നാമതായിട്ടുള്ളത് നമ്മൾ എന്ത് വായിക്കും മക്കളെ? യെസ്, താജ്മഹൽ അല്ലേ? അതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരു ആവശ്യവുമില്ല. താജ്മഹൽ നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ഐഡന്റിഫൈ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് താജ്മഹലും നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. സെറ്റാണോ? ഇനി നമുക്ക് വരുന്നത് എന്താ? അൽ മസ്ജിദുൽ ജാമിഅ ബി ഡൽഹി അല്ലേ? അതേതാണ്? ഡൽഹി ജുമാ മസ്ജിദ് ഏതാണ് മക്കളെ? യെസ്, ഏതാണ്? യെസ്, നമുക്ക് നേരെ ഈ ചിത്രത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? വരക്കാം. അതും നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. പിന്നെ ലാസ്റ്റ് വരുന്നത് മക്തബുൽ ബരീദ് അല്ലേ? മക്തബുൽ ബരീദ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ യോജിപ്പിക്കാത്തത് ഏതാണ്? പോസ്റ്റ് ഓഫീസ് ആണ്. അപ്പൊ അത് നമുക്ക് എന്താ ചെയ്തു? ഇത് അറിയില്ലെങ്കിൽ പോലും മറ്റേതൊക്കെ റെഡിയാക്കിയപ്പോൾ ഇത് നമുക്ക് സ്വാഭാവികമായും ഇതെന്ത് ചെയ്യും? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂള്, പോസ്റ്റ് ഓഫീസ്, പാർലമെന്റ് മന്ദിരം, താജ്മഹല് ഓർ ഡൽഹി ജുമാ മസ്ജിദിന് എന്താണ് അറബിയിൽ പറയുന്നത് എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് നാളത്തെ പരീക്ഷയിൽ ചിത്രം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാനുണ്ടായിരിക്കും. ഇതിൽ നിന്നാവാം, ഇതുമായി ബന്ധപ്പെട്ടതാകാം. ഇതെന്റെ മക്കൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? വളരെ എളുപ്പത്തിൽ നമ്മുടെ ഈ അറബിയിൽ 5 മാർക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ മാഷ് ഒരിക്കൽ കൂടി പറയാം. മബ്നൽ ബർലമാൻ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് മന്ദിരമാണ്. അതേപോലെ അൽ മദ്രസത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നും രാവിലെ മനോഹരമായിട്ട് ചുറുചുറുക്കോട് കൂടി ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സ്കൂളിലാണ് അൽ മദ്രസത എന്ന് പറയുന്നത്. താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ നിന്നും ഒന്നാണ് എന്ത്? താജ്മഹൽ. അതും ഐഡന്റിഫൈ ചെയ്തു. അൽ മസ്ജിദുൽ ജാമിഅ ഡൽഹി എന്നുള്ളത് ഡൽഹി ജുമാ മസ്ജിദിനാണ് പറയുന്നത്. അതേപോലെ മക്തബുൽ ബരീദ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് ആണ് മക്കളെ. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി
മനസ്സിലായിട്ടുണ്ടോ? യെസ്, റെഡിയാണോ? അപ്പൊ എന്തായാലും എന്റെ മക്കൾ എന്ത് ചെയ്യണം? നാളത്തെ പരീക്ഷയിൽ ഇതേപോലെ ഒരു ചോദ്യം നമുക്ക് അറബിയിൽ നിന്നും പ്രതീക്ഷിച്ചു വേണം എന്റെ മക്കൾ എന്ത് ചെയ്യാൻ, ആ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നാളത്തെ അറബി പരീക്ഷ നമ്മൾ അടിച്ചു പൊളിക്കൂലേ? സെറ്റ് ആയിട്ട് നിങ്ങൾ നാളത്തെ അറബി പരീക്ഷ എഴുതൂല മക്കളെ? എഴുതൂലേ? റെഡിയല്ലേ മക്കളെ? യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നാളെ നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതട്ടെ. എല്ലാ മക്കൾക്കും വിജയാശംസകൾ. ബൈ.